ഇവനാളിത്തിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നു. ഇവൻ്റെ അടുത്തേക്ക് മറ്റാളുകൾക്ക് പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആനകളെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ആനകളുടെ പേരറിയാമെങ്കിൽ കമൻറ്റായി പറയുക. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഗുരുവായൂർ ആനക്കോട്ടയിലാണ് കേട്ടോ. ഇത് ഈ ആന മതപ്പാടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് അധികം നേരം നിൽക്കരുതെന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളടുത്തൊന്നല്ല നിന്ന് നമ്മളിത്തിരി സൂം ചെയ്തിട്ടൊക്കെ എടുത്തത്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് S23 അൾട്രയിലാണ് കേട്ടോ. സാംസങ് ഗാലക്സി S23 അൾട്രയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി ഏതാണ്ട് അറിയാം. എഡിറ്റിങ് കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ക്ലാരിറ്റി ഒക്കെ കംപ്രസ് ആവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മതപ്പാടുള്ള ആന തന്നെയാണ്. ഇത് എന്താ പറയുക, ഒരു എണ്ണക്കലാണ്ട് ഒരു ചുറ്റും ആൾക്കാരുണ്ടെന്നൊരു മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. എന്താ സംഭവം എന്നറിയില്ല. നമ്മളോട് ദേഷ്യമാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ആനകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണുള്ളത്. അപ്പോൾ ആദ്യം ആനകളെ കുറിച്ചൊന്ന് പറയാം. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളിൽ മനുഷ്യനല്ലാതെ വംശനാശ ഭീഷണി നേരിടാത്തൊരു ജീവിയാണ് കേട്ടോ നമ്മുടെ ആനകൾ. ഇന്നിപ്പോൾ ഭൂമിയിൽ 3 ആനവംശങ്ങൾ നിലവിലുണ്ട്. അതിലെ ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന. നമുക്ക് ഏഷ്യൻ ആനകളെ കുറിച്ച് പ്രധാനമായും സംസാരിക്കാം. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏഷ്യൻ ആനകളെയാണല്ലോ. ആന ഇന്ത്യയുടെ പൈതൃക മൃഗമായിട്ട് 2010 ഒക്ടോബർ 22 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആനയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തി നൽകാനാണ്, അവർക്ക് ശക്തിപ്പെടുത്തുന്നതിനാണ്. മേൽചുണ്ട് രൂപാന്തരം പ്രാപിച്ചുണ്ടായ അവയവമായ തുമ്പിക്കൈയുള്ള ജന്തുവർഗ്ഗങ്ങളാണ് പ്രോബോസീഡിയ ഇനത്തിൽപ്പെടുന്നത്. ഇക്കൂട്ടത്തിൽപ്പെട്ട മൃഗങ്ങൾ ഉരുത്തിരിഞ്ഞ് ഏതാണ്ട് 75 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അതായത് ആനയുടെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആനകൾ. ഇപ്പോൾ ഇന്ന് ഇതിൽ 3 വംശങ്ങൾ മാത്രമേ ഉള്ളൂ. BC 5000 ഈജിപ്തിൽ ആനകളെ വേട്ടയാടി പിടിച്ച് വളർത്തിയിരുന്നതായി നൈൽ നദീതട സംസ്കാര ശിലാലിഖിതങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലും സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് തന്നെ മനുഷ്യർക്ക് ആനകളുമായി സമ്പർക്കമുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഉടലെടുത്ത രാജ്യങ്ങളിൽ കരസൈന്യത്തിൽ ആനകളെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കണ്ട് പേർഷ്യൻ സാമ്രാജ്യവും ആനകളെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങി. പോറസ് രാജാവിനെതിരായ യുദ്ധത്തിൽ അലക്സാണ്ടർ ആനകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അലക്സാണ്ടർക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ആനകളാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ആനകളാണ്. അദ്ദേഹത്തിൻ്റെ യോദ്ധാക്കൾ കൂടുതലും മരിച്ചത് ആനകളുമായി ഏറ്റുമുട്ടിയായിരുന്നു. അത്യന്തം വിനാശകാരികളായ ഈ ആനകൾ കാരണമായിരുന്നു അലക്സാണ്ടറുടെ സൈന്യത്തിന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് മാസിഡോണിയയിലേക്ക് തിരിച്ചു പോവേണ്ടതായി വന്നു. പിന്നീട് ഒരു യുദ്ധത്തിൽ ഒരു ആനയെ ആക്രമിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് സാരമായ മുറിവേൽക്കുകയും ചെയ്തു. അതുപോലെ ഒരുപാട് രാജാക്കന്മാർ ആനയെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതുപോലെ നമ്മുടെ തടികളൊക്കെ ഇന്നെടുക്കുന്നത് പോലെ തന്നെ എടുക്കാനും അങ്ങനെ പല ഉപയോഗങ്ങൾക്കായി ആനയെ ഉപയോഗിച്ചിരുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീവികളാണ് ആനകൾ. അതുപോലെ സസ്തനികളാണ്. ഏകദേശം 3.5 മീറ്റർ ഉയരവും ആനകൾക്ക് ഉണ്ടാവാറുണ്ട്. 1956 അങ്കോളയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരു ആനയാണ് ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാരമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12,000 കിലോഗ്രാം തൂക്കമുള്ള ഒരു ആണാനയായിരുന്നു ഇത്. 22 മാസമാണ് ആനയുടെ ഗർഭകാലം. ഇത് കരയിലെ ജീവികളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ജനന സമയത്ത് ഒരു ആനക്കുട്ടിക്ക് 120 കിലോഗ്രാം ഭാരമുണ്ടാകാറുണ്ട്. ആനകൾ 70 വയസ്സ് വരെയും അതിനു മുകളിലും ജീവിക്കാറുണ്ട്. ഇനി നമുക്ക് പുന്നത്തൂർ കോട്ടയെക്കുറിച്ച് സംസാരിക്കാം. പുന്നത്തൂർ കോട്ട കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തി ആർജിച്ച ആന വളർത്തൽ കേന്ദ്രമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥയിലാണ് ഇത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ്. അതുപോലെ വിഘ്നേശ്വര ഭഗവാന് വഴിപാടായി ഇവിടെ ഗജപൂജ അഥവാ ആനയൂട്ടൊക്കെ നടത്താറുണ്ട്. ഇവിടെയാണ് ഗുരുവായൂർ കേശവനൊക്കെ, അതുപോലെ ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നത്.
ഇനി ആനകളെ കുറിച്ച് പറയുമ്പോൾ വളരെ സാധുക്കളായിട്ടുള്ള ജീവികളാണ് ആനകൾ. ആനകൾക്ക് അവയുടെ വലുപ്പം അറിയില്ല. നാട്ടിൽ ഇണങ്ങി ജീവിക്കുന്ന ആനകൾ വർഷത്തിൽ 8 മാസവും വളരെ ശാന്ത സ്വഭാവികളാണ്. തണുപ്പ് കാലത്ത് സാധാരണഗതിയിൽ നവംബർ മുതൽ അല്ലെങ്കിൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ അവയ്ക്ക് ഉൾച്ചൂട് ഇളകുന്ന കാലമാണ്. അക്കാലങ്ങളിൽ മനുഷ്യരുടെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവയുടെ വൃഷ്ണസഞ്ചികൾ വീർത്ത് മുഴച്ച് പുറത്തേക്ക് വീങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ ഗ്രന്ഥികൾ ഏകദേശം 6 ഇരട്ടിയോളം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കും. ആനയുടെ കണ്ണിനും ചെവിക്കുമിടയിൽ തലയുടെ വശങ്ങളിലായി ടെമ്പറൽ ഗ്രന്ഥി എന്നൊരു ഗ്രന്ഥിയുണ്ട്. അത് ടെംപോറിൻ എന്നൊരു കട്ടിയുള്ള സ്രവം പുറപ്പെടുവിപ്പിക്കും. ഈ മദപ്പാടിൻ്റെ മണം മറ്റുള്ള പെണ്ണാനകൾക്ക് മൈലുകൾക്കപ്പുറം നിന്നേ പിടിച്ചെടുക്കാൻ കഴിയും. കാട്ടാനകളുടെ കൂട്ടങ്ങൾ നിയന്ത്രിക്കുന്നത് കൂട്ടത്തിലെ മുതിർന്ന പെണ്ണാനകളാണ്. മദപ്പാടുള്ള ഒരു ആന ഇത്തരത്തിൽ ഒരു കൂട്ടത്തിലേക്ക് കയറി വന്നാൽ സ്വാഭാവികമായി കൂട്ടത്തിലുള്ള കൊമ്പനാന പുതുതായി വരുന്ന കൊമ്പനുമായി കോർക്കും. പിന്നെ തമ്മിൽ പോര് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയെടുപ്പിലും മറ്റുള്ള അളവുകോലുകളിലും ഒന്നും കാര്യം കാണില്ല. വശക്കേടായി ഒരു കുത്ത് കിട്ടിയാൽ മതി രണ്ടിലൊന്നിൻ്റെ പണി തീരാൻ. അതുകൊണ്ട് ഈ ഒരു തർക്കത്തിൽ പരിധി വിടുമ്പോൾ സാധാരണഗതിക്ക് ആന, പ്രത്യേകിച്ചും അവന് മദപ്പാടില്ലെങ്കിൽ മുട്ടാൻ വരുന്ന കൊമ്പന് തൻ്റെ കൂട്ടത്തിലെ കാര്യക്കാരൻ പദവി വിട്ടുകൊടുത്ത് മറ്റുള്ള കൂട്ടങ്ങൾ തേടിപ്പോകും. ചുരുക്കി പറഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ഒക്കെയുള്ള ഈ ഗ്രൂപ്പിൽ ഇൻബ്രീഡിംഗ് അഥവാ അമ്മയും മകനും തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ ഒക്കെയുള്ള ഇണചേരൽ നടക്കാതെ കാക്കുന്ന പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ആക്ട് ആവും ഈ പുതിയ കൊമ്പനാളിയുടെ വരവും ആ കൂട്ടത്തിലെ കൊമ്പൻ്റെ ഇറങ്ങിപ്പോകും. ഏകദേശം 1.5 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന സ്വാഭാവികമായ ഒരു ഹോർമോണൽ ഇംബാലൻസ് പീരീഡ് മാത്രമാണ് ആനയ്ക്ക് അതിൻ്റെ മദപ്പാട്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ പാപ്പാൻ്റെ നിർദ്ദേശങ്ങൾ പോലും ആന വകവയ്ക്കാൻ സാധിക്കുകയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ആനയെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.